പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുകയാണ്. വചനം ജഡമായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് അത് കാണിക്കുന്നത്. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി, പാപത്തിന്റെ അടിമയായി കിടന്ന നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ദൈവം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കുന്നവരാണ്. പഴയ ന്യായപ്രമാണ കാലത്ത് ഹല്ലേലൂയ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ആ ഒരു കുറുപ്രാവിനെയോ ഒരു ആട്ടുകുറ്റനെയോ ഒരു കളയെയോ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ പുരോഹിതൻ കൈവച്ച് നമ്മുടെ പാപങ്ങളെ മുഴുവനും അതിന്റെ തലമേൽ വച്ച് അതിനെ അറക്കണം. ഹല്ലേലൂയ. പക്ഷേ പുതിയ നിയമത്തിലോ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമായി ദൈവവചനത്തിൽ യേശു ക്രിസ്തു തന്നെ നമ്മോട് പറയുകയാണ്. പരമയാഗമായി എന്റെ യേശു ക്രൂശിന്മേൽ രക്തം ചൊരിഞ്ഞു. അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇനി ജനിക്കുവാനുള്ള കുട്ടികൾക്ക് വേണ്ടി, മുരേയും ഈ ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടിയാണ് എന്റെ യേശു ക്രിസ്തു 2000 വർഷത്തിന് മുമ്പ് അവർ ക്രൂശിന്മേല് മരിച്ചത്. രക്തം വാർന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പരമയാഗമായി തീർന്നു. ഹല്ലേലൂയ. പാപമില്ലാത്തവനായ ദൈവം യേശു ക്രിസ്തു പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവന് മരിച്ച് അടക്കപ്പെടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവന് ഈ താണഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് ദൈവവചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യേശു ഹല്ലേലൂയ. ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് എന്നിലും ഞാൻ പിതാവിലും വാസം ചെയ്യുന്നു എന്ന് പറയുകയാണ്. യേശു ക്രിസ്തുവിനോട് ഫിലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ഹല്ലേലൂയ. പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. പിതാവിന്റെ വചനമാണ് ഇത്. അത് ഞാൻ പിതാവിൽ നിന്ന് കേട്ട് പഠിച്ച് ഹല്ലേലൂയ നിങ്ങളോട് പറയുകയാണ് എന്ന് പറയുകയാണ് യേശു അവനോട് പറഞ്ഞത്. യേശു പറയുകയാണ്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഇരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? ഞാനാണ്, പിതാവും ഞാനും ഒന്ന് തന്നെയാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്. ദൈവമക്കളെ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളായിരുന്ന നമ്മെ, ഈ പാപത്തിന്റെ നമ്മുടെ പാപങ്ങൾ എത്ര കടുചുമപ്പായിരുന്നാലും പോലെ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ പാപങ്ങളെ ഞാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവമാണ്. പിന്നെ അതിന് ആർക്കും എടുക്കുവാനായിട്ട് കഴിയില്ല. രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, യേശുവിൽ വിശ്വസിക്കണം, അവന്റെ പാദപീഠത്തിലിരുന്ന് അവന്റെ വചനങ്ങളെ പഠിക്കണം,
വിശ്വാസ സ്നാനമേറ്റ് ദൈവത്തോട് ചേർന്ന് യേശുവിനോട് ചേരുവാനായാണ് നമ്മൾ സ്നാനമേക്കേണ്ടത്. യേശുവിനോട് ചേർന്ന് സ്നാനമേറ്റ് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ശാന്തി തരും, സമാധാനം തരും, നിത്യരക്ഷ തരും എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രത്യേകത എന്താണ്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുകയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു, നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. യേശു കർത്താവ് പറയുകയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. സാത്താന്റെ പ്രവൃത്തിയാണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്നാണ് സാത്താന്റെ പ്രവൃത്തികളെ പറ്റി പറയുന്നത്. അത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയോ ഹല്ലേലൂയ അത് വെളിച്ചത്തിലുള്ള പ്രവൃത്തിയാണ്. ദൈവമക്കളെ, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹല്ലേലൂയ. അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വചനമായിരുന്നവൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ആരാണ്? ദൈവം വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. വചനമായിരുന്ന ദൈവം ഈ താണഭൂമിയിലേക്ക് ഒരിക്കലും ഒരു പാപവും ചെയ്യാതിരുന്ന യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരമയാഗമായി ഗോഗുൽഥായില് കീഴ്സിന്മേൽ മരിക്കുകയാണ്. എന്തിനാണ് മരിച്ചത്? നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ. യേശു നമ്മോട് പറയുകയാണ്, ഞാൻ എൻ്റെ യോഹന്നാൻ 14 യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യേശു കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തരികയാണ്. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നു. എന്തിനാണ് പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെയും ഇരുത്തുന്നതിന് വേണ്ടി ആണ് ഞാൻ ഭവനത്തിന്റെ പണിക്കുവാൻ പോവുകയാണ്. ആ ഭവനം ഒരുക്കി കഴിഞ്ഞാൽ, ആ ഭവനത്തിന്റെ പണി തീർന്നാൽ ഞാൻ ഭൂമിയിലേക്ക് വരും. ആ ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ ആ മേഘത്തില് ആകാശത്തില് പ്രത്യക്ഷനായി യേശുവിൽ മരിച്ചവര് അവൻ ഉയർത്തെഴുന്നേറ്റും ദൈവത്തിന്റെ ഗംഭീര നാദത്തോടെ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. നൊടിയിടയിൽ ഉള്ളില് മനുഷ്യൻ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തുന്നതായിരിക്കും. ജീവനോടെ ഇരിക്കുന്നവര് രൂപാന്തരപ്പെട്ട് നൊടിയിടയില് യേശുവിനോട് കൂടെ അത് മധ്യാകാശത്തിൽ എടുക്കപ്പെടുമെന്ന് ദൈവം യേശു കർത്താവ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ വിശുദ്ധിയോടെ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ശാശ്വതമായ സമാധാനവും ശാന്തിയും ദൈവം നമുക്ക് തരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ 1:14 പറയുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ് കണ്ടു. യോഹന്നാൻ അവരെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാൻ, യേശു ക്രിസ്തുവിന്റെ തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുണ്ട്. പക്ഷേ 12 ശിഷ്യന്മാർ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു എപ്പോഴും പ്രാർത്ഥിക്കുവാൻ പോകുമ്പോഴൊക്കെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെ 3 പേരെയുമാണ് കൊണ്ടുപോകുന്നത്. ഇന്നർ സർക്കിളിലുള്ളവരാണ് അവര്. പക്ഷേ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നത് അപ്പോസ്തലനായ യോഹന്നാനാണ്. ആ യോഹന്നാൻ പറയുകയാണ്, യേശു ക്രിസ്തു ഹല്ലേലൂയ ജഡമായി തീർന്നവനാണ്. യേശു ക്രിസ്തു വചനം ജഡമായി തീർന്നവനാണ്. ആൽഫയും ഒമേഗയുമായിരുന്നവനാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവനാണ്. യേശു കർത്താവ് വരും. ഹല്ലേലൂയ. നമ്മെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ വരുമെന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. ഒരു പാപം ചെയ്യാതെ ഇരുന്ന യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരമയാഗമായി നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തെ അവന് ഹല്ലേലൂയ ഈ ഗോഗുൽഥായിൽ
തകർക്കപ്പെട്ടു. ചാട്ടവാറിനാൽ അടികൊണ്ടു. മുൾക്കിരീടം വെച്ച് ഹല്ലേലൂയ തുപ്പലേറ്റ് മുഷ്ടി ചുറ്റി അവന്റെ മുഖത്ത് അടിച്ച് ഹല്ലേലൂയ ഈ പീഡനങ്ങൾ ഏറ്റത് എന്തിനു വേണ്ടിയാണ്? എനിക്കും നമുക്കൊരോരുത്തരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഒരു പാപവും ചെയ്യാത്ത യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പാപം ചെയ്ത നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഇങ്ങനെ കഷ്ടങ്ങളും സഹിച്ചു എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.